നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ പാർട്ടികളോടും അകലം പാലിച്ച് പുതിയ തലമുറ, പ്രത്യേകിച്ച് ജനറേഷൻ സി, മില്ലേനിയൽസ് വിഭാഗക്കാർ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അകന്നു പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മുൻ തലമുറകളെപ്പോലെ ഒരു പാർട്ടിയോട് അന്ധമായ വിശ്വസ്തത പുലർത്താൻ ഇന്നത്തെ യുവാക്കൾ തയ്യാറാകുന്നില്ല. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരേണ്ടിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ യുവതലമുറയാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഭൂരിഭാഗം യുവാക്കളും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്നും പോലും വിമുഖത കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയം അഴിമതി നിറഞ്ഞതാണെന്നും തങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നുമാണ് പലരുടെയും ചിന്ത. ഈ രാഷ്ട്രീയ വിമുഖതയ്ക്ക് പിന്നിൽ സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി ഘടകങ്ങളുണ്ട്. അഴിമതിയും ആദർശമില്ലായ്മയും. രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതിയും സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് യുവാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റുന്ന പ്രധാന ഘടകം. അധികാരത്തിന് വേണ്ടിയുള്ള കക്ഷിമാറ്റങ്ങളും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതും രാഷ്ട്രീയ വ്യവസ്ഥിതിയിലുള്ള യുവതലമുറയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും. പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകാൻ നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. വികസനത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയക്കാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ യുവാക്കളെ നിരാശരാക്കുന്നുണ്ട്. ഇത് അവരെ മെച്ചപ്പെട്ട ജീവിതം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നു. ബ്രെയിൻ ഡ്രെയിൻ എന്ന ഈ അവസ്ഥ ഏറെ വെല്ലുവിളി ഉയർന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ നാട്. അക്രമ രാഷ്ട്രീയവും സങ്കുചിത ചിന്താഗതിയും. പല ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിലും നടക്കുന്ന അക്രമ രാഷ്ട്രീയം സമാധാനപ്രിയരായ യുവാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി. കൂടാതെ വികസന ചർച്ചകൾക്ക് പകരം മതം, ജാതി, വർഗീയത എന്നിവ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളോട് പുതുതലമുറയ്ക്ക് താല്പര്യമില്ലെന്നും തെളിയിക്കപ്പെട്ട സത്യമായി മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ ലോകവും സോഷ്യൽ മീഡിയയും. ഇന്നത്തെ തലമുറ തങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത്. തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ സ്വാധീനം ഡിജിറ്റൽ ആക്ടിവിസം എന്ന ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്ക് ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് യുവതലമുറയെ പ്രേരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രായമായ നേതാക്കളാണ് ഭൂരിഭാഗവും. യുവാക്കളുടെ പുതിയ ആശയങ്ങൾക്കോ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള വികസന കാഴ്ചപ്പാടുകൾക്കോ പാർട്ടി വേദികളിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും യുവതലമുറയെ മറിച്ച് ചിന്തിപ്പിക്കുന്നുണ്ട്. പുതുതലമുറ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം പരിസ്ഥിതി പ്രശ്നങ്ങൾ, ലിംഗസമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നിവയിൽ ഇവർ ഇപ്പോഴും സജീവമായി ഇടപെടുന്നുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയോട് മാത്രമാണ് പുതുതലമുറയ്ക്ക് വിയോജിപ്പുള്ളത്. യുവാക്കളെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സുതാര്യമാക്കുകയും അഴിമതി ഒഴിവാക്കുകയും യുവാക്കൾക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് വരാൻ അവസരമൊരുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.